ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫോൺ പേയും HDFC ബാങ്കും കൂടിയിട്ട് ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുള്ളതായിരുന്നു നമ്മുടെ സെക്കൻഡ് ചാനലിൽ, അതായത് JMG26 എന്ന ചാനലിൽ നമ്മൾ ഫുള്ളി ഫിനാൻസ് വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാട്ടോ. ലിങ്ക് നമുക്ക് 3 ചാനലുണ്ട്, അതിൻ്റെ എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാനല്ല, വൈഫാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വൈഫിന് ഓൾറെഡി HDFC ബാങ്കിൻ്റെ സാലറി അക്കൗണ്ട് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് എൻ്റെ ഓൾറെഡി 4 HDFC കാർഡ് ഓൾറെഡി ഉണ്ട്, മണി ബാക്ക്, സ്വിഗ്ഗി ഒക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം 4 കൊടുക്കുള്ളൂ, മാക്സിമം ചെറുക്കത് 3 കൊടുക്കുള്ളൂ, ചിലർക്ക് എക്സ്ട്രാ 4 കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി മാക്സിമം ലിമിറ്റ് ആയി, ഇനിയിപ്പോൾ വേറെ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി വൈഫിൻ്റെ അക്കൗണ്ട് ത്രൂ ആണ് നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാണ്. സാധനം അപ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഒരു 5-6 ദിവസത്തേക്ക് വരും. ഇത് ആക്ച്വലി ഫോൺ പേയുടെ കാർഡ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 2 കാർഡുകളുണ്ട്. ഒരെണ്ണം അൾട്ടിമോ കാർഡ് ഉണ്ട്, ഒരെണ്ണം യൂനോ കാർഡ് ഉണ്ട്. അപ്പോൾ അപ്രൂവ് അയക്കുന്നത് യൂനോ കാർഡാണ് കേട്ടോ. അൾട്ടിമോ കാർഡ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രീമിയം കാർഡാണ്. പക്ഷേ ഈ 2 കാർഡും ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ അല്ല, ഫസ്റ്റ് ഇയർ നമുക്ക് ഫ്രീ ആണ്. അതായത് ജോയിനിങ് ഫീസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ഒരു 11 മാസമൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യാം. ചാർജബിൾ ആണ്. അടുത്ത കൊല്ലം ആകുമ്പോൾ ഫസ്റ്റ് ഇയർ ഫ്രീ ആണ്. 2 കാർഡും ഫസ്റ്റ് ഇയർ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന, ചിലപ്പോൾ അറിയേണ്ടായിരിക്കും, നമ്മൾ ഓൺലൈനിൽ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അൾട്ടിമോ കാർഡാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ പേ സ്പെൻസുകൾക്കൊക്കെ നമുക്ക് 10% വരെ റിവാർഡ് കിട്ടും. ഫോൺ പേ സ്പെൻ എന്ന് പറയുമ്പോൾ നമുക്ക് റീചാർജസ് നമ്മുടെ ഫോൺ പേ ത്രൂ ചെയ്യില്ല, ബിൽ പേയ്മെൻറ്റ് ചെയ്യുക, നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ 10% വരെ കിട്ടും. പിന്നെ ഓൺലൈൻ സ്പെൻസുമ്പോൾ നമുക്ക് 5% കിട്ടും. ബാക്കിയുള്ള സ്കാൻ ആൻഡ് പേ സ്പെൻസ് ഒക്കെ ആണെങ്കിൽ 1% കിട്ടും. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 1% ഫ്യൂൽ സർചാർജ് വേ ഓഫ് ഉണ്ട്. പിന്നെ നമുക്ക് 8 ഡൊമസ്റ്റിക് ലോഞ്ചസ് കിട്ടുന്നുണ്ട്. അതായത് 2 ക്വാർട്ടറിൽ നമുക്ക് ആനുവലി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് 2 ഫ്രീ വിസ. അപ്പോൾ വിസ കാർഡാണ്, ജോയിൻ ഫീസ് ഇല്ല. റിന്യൂവൽ ഫീസ് ഇതിന് വരുന്നത് 999 രൂപയാണ്, അതായത് 1000 രൂപ പ്ലസ് GST വരും. റൂപേ വേരിയൻറ്റ് കാർഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പറയുന്ന പോലെ സ്കാൻ ആൻഡ് പേ പോസിബിൾ ആയതുകൊണ്ട് തന്നെ റൂപേ കാർഡ് തന്നെയാണ്. പിന്നെ നമുക്കിപ്പോൾ കിട്ടിക്കുന്നത് ഫോൺ പേൻ്റെ യൂനോ കാർഡാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2% ആണ് ഫോൺ പേ സ്പെൻസുമ്പോൾ കിട്ടുക, 1% ആണ് ഓൺലൈൻ സ്പെൻസുമ്പോൾ കിട്ടുക, 1% ആണ് സ്കാൻ ആൻഡ് പേയും കിട്ടുക. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാർഡിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് 1% ഫ്യൂൽ സർചാർജ് വേ ഓഫ് ഉണ്ട്. വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇതിൻ്റെ റിന്യൂവൽ ഫീസ് വരുന്നത് 499 രൂപയാണ്, അതായത് അടുത്ത കൊല്ലട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കൊല്ലം ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് ഇയർ ഫ്രീ ആണ്, ചാർജോ കാര്യമൊന്നുമില്ല, ജോയിൻ ഫീസ് ഉണ്ടാവില്ല. റൂപേ വേരിയൻ്റ് ആണ്, നിങ്ങൾക്ക് UPIയിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾ ഓൾറെഡി ഒരു HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ പിന്നെ ഒരു പരിപാടിയില്ല, ജസ്റ്റ് നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, അവർ ഓൾറെഡി വെരിഫൈ ചെയ്യും. ഷെയർഡ് ലിമിറ്റ് ആണ് കിട്ടുക. നമുക്കിപ്പോൾ കിട്ടിക്കുന്നത് ഷെയർ ലിമിറ്റ് തന്നെയാണ്. ഓൾറെഡി വൈഫ് ഓൾറെഡി HDFC കാർഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ ലിമിറ്റ് ആണ് കിട്ടുക. ആദ്യത്തെ ഒരു 4-5 ദിവസത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഒരു 5000 രൂപയാണ് മാക്സിമം അവർ കൊടുക്കുള്ളൂ. എന്നുവെച്ചാൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു RBIയുടെ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി പഴയ ഓൾഡ് കാർഡിൻ്റെ അതേ ലിമിറ്റിലേക്ക് വരും കേട്ടോ. ഷെയർ ലിമിറ്റാണ് വരിക, ഷെയർഡാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പഴയ കാർഡിൽ 1 ലക്ഷം രൂപയാണ് ലിമിറ്റ് എങ്കിൽ ഇതിലും 1 ലക്ഷം കാണിക്കും. അതായത് 2 ലക്ഷം അല്ല ടോട്ടൽ ലിമിറ്റ്, രണ്ടും കൂടിയിട്ട് 1 ലക്ഷം വരുന്നുള്ളൂ. അതാണ് ഷെയർ ലിമിറ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു ഫോൺ പേ അധികം യൂസ് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ യൂനോ കാർഡ് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാം. പക്ഷേ അൾട്ടിമോ കാർഡാണെങ്കിൽ നല്ല അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കൂടുതലിപ്പോൾ UPI സ്പെൻസിനൊക്കെ ഉപയോഗിക്കുന്നത് ഫോൺ പേ ആണ്. നമുക്ക് അത്യാവശ്യം ക്യാഷ് ബാക്ക് നാളെ കിട്ടുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഫോൺ പേ ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് വേണമെങ്കിൽ ഇടാം. എല്ലാവരും മിക്ക ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ യൂനോ കാർഡും കുഴപ്പമില്ല എന്ന് മാത്രം. ചുമ്മാ ഫസ്റ്റ് ഇയർ ഫ്രീ ആയതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാം. അത്യാവശ്യം 2% ക്യാഷ് ബാക്ക്, 1% ക്യാഷ് ബാക്ക് കിട്ടുന്നു മാത്രം. അത് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അങ്ങനത്തെ പരിപാടിയാണ്, അല്ലാണ്ട് അപ് ടു അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഫോൺ പേ യൂനോ കാർഡിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേൻ്റെ കാർഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫോൺ പേൻ്റെ ആപ്പ് ത്രൂ ആ പറ്റുള്ളൂ. അവർക്ക് സെപ്പറേറ്റ് ലിങ്കുകളൊന്നും അവർ കൊടുക്കുന്നില്ല. ഞാനേതായാലും HDFC ക്രെഡിറ്റ് കാർഡിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം അപ്രൂവൽ ആയിട്ടുള്ള, നമ്മൾ ഓൾറെഡി 2 ദിവസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ നവംബർ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ മാസം അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് കാർഡുകളുടെ ലിങ്കും ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ടെലിഗ്രാം ചാനലും ഉണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം.